പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാമുൻ അലൈക്കും. ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം. എൻ്റെ സഹോദരങ്ങളുമായിട്ട് അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളിലേക്ക് റബ്ബ് എന്ന വിഷയത്തെക്കുറിച്ച് മുസ്ഹഫിൽ നിന്നും എനിക്കറിയാവുന്ന കാര്യങ്ങളിൽ ചിലത് മാത്രം പങ്കുവെക്കുക എന്നതാണ് ഇന്നത്തെ എൻ്റെ ഉദ്ദേശം. ഇങ്ങനെ ഞാൻ ഈ വിഷയം ഇന്ന് തിരഞ്ഞെടുക്കാനുള്ള കാരണം, നിരന്തരമായി നമ്മുടെ ചില സഹോദരങ്ങൾ നമ്മുടെ ക്ലാസ്സുകൾക്ക് താഴെ വന്നുകൊണ്ട് മാഷെ റബ്ബ് ആരാണെന്നൊന്ന് വിശദീകരിച്ചു തരണം, ഇലാഹ ആരാണെന്നൊന്ന് വിശദീകരിച്ചു തരണം, അള്ളാഹു ആരാണെന്നൊന്ന് വിശദീകരിച്ചു തരണം എന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഞാനത് കാണാഞ്ഞിട്ടല്ല. നമ്മുടെ ഈ ചാനൽ തുടങ്ങിയ അന്ന് മുതൽ തന്നെ ഒരു വ്യക്തി അള്ളാഹു ആരാണെന്നൊന്ന് നിങ്ങൾ വിശദീകരിച്ച തുടർന്ന് നിങ്ങളുടെ ക്ലാസ്സുകൾ കേൾക്കണോ കേൾക്കണ്ടേ എന്ന് തീരുമാനിക്കാമായിരുന്നു എന്ന് പറഞ്ഞ അഭിപ്രായം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഉദ്ദേശം വേറെയാണ്, അതിപ്പോ നമ്മൾ പറയുന്നില്ല. അപ്പൊ ഞാൻ അന്ന് മുതൽ നോട്ട് ചെയ്യുന്നുണ്ട്, കുറച്ച് കഴിയട്ടെ, അതിപ്പോ അള്ളാഹു എന്നുള്ളതും വിഷയം ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ടേ എനിക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ. അത് നിങ്ങൾ എത്ര ആവർത്തിച്ച് ചോദിച്ചാലും അങ്ങനെ ചില കാര്യങ്ങൾ പറയാൻ കഴിയുള്ളൂ. ഒരു 1-ാം ക്ലാസ്സിൽ വരുന്ന കുട്ടിക്ക് എണ്ണലാണ് ആദ്യം പഠിപ്പിക്കുക, 1, 2, 3. ആദ്യം തന്നെ അവന് പോളിനോമിയൽ പഠിപ്പിക്കാൻ പറ്റില്ല, ട്രിഗ്നോമെട്രി പഠിപ്പിക്കാൻ പറ്റില്ല, ത്രികോണമിതി. ഒരു മാത്സിലാണ്, കണക്കിലാണെങ്കിൽ. ഇപ്പൊ എൻ്റെ വിഷയം അറബിയായിരുന്നു. അതിൽ ആദ്യം തന്നെ കുട്ടിക്ക് നഹവും സർഫും അൽഫിയൊന്നും പഠിപ്പിക്കാൻ പറ്റൂല. ആദ്യം അക്ഷരങ്ങൾ പഠിപ്പിക്കാനേ കഴിയുള്ളൂ എന്നതുപോലെയാണ് ഈ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. അപ്പൊ റബ്ബ് എന്ന വിഷയമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസിന്റെ വിഷയം. ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ ദാലിക്കൽ കിതാബു ലാ റൈബ് എന്ന വിഷയം പറഞ്ഞപ്പോൾ ചില സൂചനകൾ നൽകിയിരുന്നു. അതിന്റെ റൂട്ട് എവിടെ നിന്നാണ്? റബ്ബ് എന്ന വാക്കാണ്. റബ്ബ് എന്ന വാക്കിൽ നിന്നാണ് റബ്ബ് ഉണ്ടാകുന്നത്, തെർബിയത്ത് ഉണ്ടാകുന്നത്. ഖുർആനിൽ ഉപയോഗിച്ച റബായിബുക്കുമുല്ല എന്ന് പറയുന്ന റബായിബ് ഉണ്ടാകുന്നത്. ഖുർആനിൽ ഉപയോഗിച്ച റിബ എന്ന വാക്ക് അതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതിൽ നിന്നാണ് റബുവത്ത് ഉണ്ടാകുന്നത്. ഇങ്ങനെ നമ്മള് കുറെ സൂചനകൾ അപ്പോൾ നൽകിയിരുന്നു. ഇനി അതിൽ നിന്ന് കുറച്ചും കൂടി കടന്ന് പിന്നെ ഇത് കുറച്ചും കൂടി കടന്നും വിശദമായ വിശദീകരണങ്ങളിലേക്ക് പിന്നീട് എപ്പോഴെങ്കിലും വരും. അന്ന് ഞാൻ ചില സൂചനകൾ നൽകി. ഇന്ന് അതിലും കുറച്ചുകൂടി അധികം കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. റബ്ബ് എന്ന് പറഞ്ഞാല് ആ വാക്കിനർത്ഥം ഞാനൊന്ന് പറയാം. റബ്ബ് എന്ന് പറഞ്ഞാൽ വളർന്നു എന്നാണ്. റബ്ബ എന്ന് പറഞ്ഞാൽ വളർത്തി എന്നാണ്. തെർബിയത്തി യുറബി, നമ്മളെ യുറബി വളർത്തുക. എങ്ങനെ? നമ്മുടെ സാംസ്കാരികമായിട്ട് അദബിയായിട്ട് നമ്മളെ വളർത്തുക, അതാണ് സാംസ്കാരികമായി എന്ന് പറഞ്ഞാൽ. അഖ്ലാഖിയായിട്ട് വളർത്തുക. അഖ്ലാഖ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ അറിയാം. അഖ്ലാഖ് എന്ന് പറഞ്ഞാൽ സൽസ്വഭാവം എന്നാണ്. അഖ്ലാഖ് ഉണ്ടാവും, ദീനിയാത്ത് ഉണ്ടാവും, അമലിയാത്ത് ഉണ്ടാവും. ഒക്കെ നമുക്ക് ഓരോ പുസ്തകങ്ങളായിട്ട് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോ നമ്മളെ അഖ്ലാഖിയായിട്ടും അദബിയായിട്ടും ഇൽമിയായിട്ടും നമ്മെ വളർത്തിക്കൊണ്ടേയിരിക്കുന്നത് എന്തൊക്കെയുണ്ടോ അതാണ് നമ്മുടെ റബ്ബ്. അങ്ങനെ നമ്മിൽ വളരുന്നത് എന്തുണ്ടോ അതാണ് നമ്മുടെ റബ്ബ്. ഇതിന്റെ അറബിയിലുള്ള നിർവചനം എന്നാണ്, കുല്ലമാ യുറബീക വയർബു ഫീക ഫഹുവ റബ്ബുക എന്നാണ് അതിന്റെ നിർവചനം പറയാറുള്ളത്. എന്റെ ഗുരുവൊക്കെ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത് അതാണ്. നിന്നെ വളർത്തിക്കൊണ്ടുവരുന്നത് എന്തൊക്കെയുണ്ടോ, കുല്ലമായുറബീക നിന്നെ തെർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയുണ്ടോ, എന്നിട്ട് വയർബു ഫീക നിന്റെ ഉള്ളിൽ വളരുന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെ നിന്റെ റബ്ബാണ്. അഹങ്കാരാണ്, കിബറാണ് വളരുന്നതെങ്കിൽ അത് അന റബ്ബുക്കുമുൽ അഅ്ല എന്ന് പറയുന്ന റബ്ബാണ്.
അത് ഇനി പിന്നീട് ഞാൻ ഒന്നുകൂടി വിശദീകരിക്കേണ്ടത് ഉണ്ട് ആ കാര്യം. നമ്മൾ പഠിക്കുന്ന കാലത്ത് മനസ്സിലാക്കിയിരുന്നത് അള്ളാഹു എന്നാണ്, റബ്ബും അത് തന്നെയാണ്, ഇലാഹും അത് തന്നെയാണ്, ഒക്കെ പറഞ്ഞ ഒന്നെന്നെയാണ് എന്നുള്ളത്. അതായത് ഒരു സ്ഥലത്ത് ഇരിക്കുന്ന ഒരു വ്യക്തി, ഒരു സിംഹാസനത്തിൽ, ഒരു കസേരയിൽ, അർഷിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. വ്യക്തിക്ക് സമാനമായ ഗുണങ്ങളുള്ള, ഒരു മനുഷ്യന് സമാനമായ ഗുണങ്ങളുള്ള ഒരു ഇരിക്കാൻ ഇരിപ്പിടം വേണം, ചുമക്കാൻ, ആ സിംഹാസനം ചുമക്കാൻ ആളുകൾ, മലക്കുകൾ വേണം. അയാൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് വരും, എങ്ങനെ സ്ഥല പരിമിതിയിൽ ഒതുങ്ങുന്നതാണ് എന്ന രീതിയിലൊക്കെ ആയിരുന്നു കുട്ടിക്കാലത്ത് അള്ളാഹു, റബ്ബ്, ഇലാഹ് എന്നതിനെ കുറിച്ചൊക്കെയുള്ള നമ്മുടെ സങ്കല്പമല്ല, നമ്മൾ പഠിച്ചത് അങ്ങനെയായിരുന്നു. അത് ഈ ഏഴാം ആകാശത്ത്, ഒന്നാം ആകാശത്ത് നിന്ന് രാത്രിയുടെ യാമങ്ങളിൽ ഏഴാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും, ഇതാ ഇതുപോലെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി കാണിച്ചു കൊടുത്ത ആ ഹദീസുകളും ഒക്കെ നമുക്കറിയാം. നബി ഇതാ ഇതുപോലെയാണ് ഇറങ്ങി വരിക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ പോട്ടെ, അത് വിഷയക്കാരതല്ല, നമ്മുടെ വിഷയം അതല്ല. നമുക്ക് പറയാനുള്ളത്, ഇത് അള്ളാഹു റബ്ബുന റബ്ബു കുല്ല ഷൈഇൻ എന്ന് പറയുമ്പോ അള്ളാഹു തന്നെയാണ് റബ്ബ്, ഒരു റബ്ബ് അത് തന്നെയാണ്. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞ എൻ്റെ സഹോദരങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഞാനൊരു അധ്യാപകനാണ്. എപ്പോ എൻ്റെ സ്കൂളിലെ കുട്ടികളെ അടുത്ത് പോകുമ്പോൾ എൻ്റെ മക്കളുടെ അടുത്ത് ഞാൻ ആരാണ്? പിതാവാണ്. എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ഭർത്താവാണ്. ഞാൻ ഓഫീസിലേക്ക് അല്ലെങ്കിൽ സ്ഥാപനത്തിലേക്ക് ഒരു വാഹനം ഓടിച്ചു പോകുമ്പോൾ ഞാൻ സായിക്ക് ഡ്രൈവറാണ്. ഇങ്ങനെ എൻ്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ എൻ്റെ ജോലിക്കനുസരിച്ച് എൻ്റെ ഗുണങ്ങൾ മാറും. പറഞ്ഞത് പോയിന്റ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. എന്നതുപോലെ തന്നെ ഇത് തർബിയത്ത് ചെയ്യുമ്പോൾ റബ്ബാണ്, അള്ളാഹു എന്താന്ന് പിന്നെ പറയാം. അത് ഇലാഹാവും. അത് നമ്മളെ ഇവിടുത്തെ ഖവാനീനുകൾ, ഇവിടുത്തെ സുനനുകൾ ഒക്കെ പിന്നെ ഹൽക്ക് ചെയ്യുമ്പോൾ ഖാലിക്കാവും. നമ്മളെ എല്ലാ ഷിർക്കിൽ നിന്നും അത് തബ്രീഗ് ചെയ്യുമ്പോൾ അത് ബാരി ആവും. നമ്മുടെ ഞാൻ എന്ന അഹങ്കാരത്തിൽ നിന്നും പകയിൽ നിന്നും ഒക്കെ നമ്മളെ ഇബ്രാഹ് ചെയ്യുമ്പോൾ അള്ളാഹു ബാരി എന്ന ഗുണത്തിലേക്ക് വരും. അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത ഗുണങ്ങൾ മാറി മാറി വരികയാണ്. ഇപ്പൊ അത് കാര്യം ഈ സൂചനകളിൽ നിന്ന് തന്നെ എൻ്റെ സഹോദരങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഞാനത് അത്ര ഇപ്പൊ പറയണുള്ളൂ. ഇപ്പൊ റബ്ബുൽ ബൈത്ത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്, ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്. അപ്പൊ ആ റബ്ബ് എന്താ ചെയ്യുന്നത്? നമ്മുടെ നഫ്സിൽ ഒരു വീട് പണിയാണ്, ആത്മീയജ്ഞാനത്തിന്റെ ഒരു വീട് പണിയാണ് ചെയ്യുന്നത്. അതാണ് അവിടെ തർബിയത്ത് ചെയ്ത് വളർത്തിക്കൊണ്ടുവരുന്നത്. അതാണ് റബ്ബുൽ ബൈത്ത് എന്ന് പറയുന്നത്. അതൊരു കെട്ടിടത്തിന്റെ റബ്ബ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ലാഹിറിൽ അങ്ങനെ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. ഖുർആൻ പറഞ്ഞല്ലോ, വൈദാ ബറസു മിൻ ഇന്ദിക ബയ്യത്തായിഫത്ത് എന്ന് പറഞ്ഞല്ലോ. അതാണ് ബയ്യത്ത എന്ന് പറയുന്നത്, ബൈത്താക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ഉള്ളിലാണിത് ബൈത്താക്കുന്നത്. വൈറല്ലതി തഖൂലു, നീ പറയാത്ത കാര്യങ്ങളാണ് അവരുടെ ചിന്തയിലും മനസ്സിലും അവർ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ അങ്ങനെ നമ്മുടെ ഉള്ളിൽ തബീയത്ത് ചെയ്യുന്നത് ആണ്, നമ്മുടെ നഫ്സിൽ തബീയത്ത് ചെയ്യുന്നതാണ് നമ്മുടെ റബ്ബ്. അതാണ് ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത് എന്ന് പറയുന്നത്. അതായത് ഈ ബൈത്ത്, നമ്മുടെ ഉള്ളിലാണ് ഈ ബൈത്ത് ഇരിക്കുന്നത്. അപ്പൊ ഞാന് സൂചന നൽകുകയാണ്, ഓരോരോ സൂചനകൾ നൽകുകയാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചൊരു വചനം ഉണ്ടല്ലോ, ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം എന്ന് പറയുന്നത്. എൻ്റെ റബ്ബ്, തീർച്ചയായും എൻ്റെ റബ്ബ് സിറാത്തും മുസ്തഖീമിലാണ് എന്ന് പറഞ്ഞാൽ എന്താണ്?
അള്ളാഹു സിറാത്ത് മുസ്തഖീമിൽ അല്ലാത്തൊരവസ്ഥ ഉണ്ടാവുമോ? അപ്പോൾ എൻ്റെ സഹോദരങ്ങളൊന്ന് സൂക്ഷ്മമായി ചിന്തിക്കുക, നല്ലോണം ഒന്ന് ചിന്തിക്കുക. എൻ്റെ റബ്ബ് സിറാത്ത് മുസ്തഖീമിലൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണത്? ഇന്ന റബ്ബി അലാ സിറാത്തി മുസ്തഖീം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് എൻ്റെ സഹോദരങ്ങൾ ചിന്തിച്ചാൽ മതി. ഇന്നി ദാഹിബുന്നില റബ്ബി എന്ന് പറയുന്നത് എന്താണെന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ എൻ്റെ റബ്ബിലേക്ക് പോവുകയാണ്. സയഹ്ദീൻ, എനിക്ക് ഹിദായത്ത് കാണിച്ചു തരും എൻ്റെ റബ്ബ്. അത് നമ്മുടെ ഉള്ളിൽ നമ്മെ തെർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗുരുവാണ്. ആ ജ്ഞാനമാണ്, ആ അറിവാണ് നമ്മിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ആ അറിവിന്റെ മേഖലയാണ് നമുക്ക് വഴികാട്ടിയാകുന്നത്. ചിന്തിച്ച് അല്ലാതെ റബ്ബിനെ തെരഞ്ഞ് നമ്മൾ ആകാശത്തേക്കോ അല്ലെങ്കിൽ ഭൂമിയിലെ മറ്റേതെങ്കിലും പ്രദേശങ്ങളിലേക്കോ അന്വേഷിച്ച് പോകല്ല ചെയ്യുന്നത്. എൻ്റെ സഹോദരങ്ങളൊന്നും നല്ലവണ്ണം ചിന്തിക്കുക. ഇന്ന റബ്ബി ഇന്നി ദാഹിബുന്നില റബ്ബി സയഹ്ദീൻ. ഇന്ന മഈ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്ന് പറഞ്ഞാൽ ആരാണ്, എവിടെയാണ് ആ റബ്ബ് നമ്മുടെ കൂടെയുള്ളത് എന്ന് മനസ്സിലാക്കുക. മൂസ പറഞ്ഞു ഇന്ന മഈ റബ്ബി സയഹ്ദീൻ എന്ന് മറ്റൊരു സ്ഥലത്ത്, ഇന്നി ദാഹിബുന്നില റബ്ബി എന്ന് മറ്റൊരു സ്ഥലത്ത്, ഇന്ന റബ്ബി അലാ സിറാത്തി മുസ്തഖീം എന്ന് മറ്റൊരു സ്ഥലത്ത്. എൻ്റെ റബ്ബ് സിറാത്ത് മുസ്തഖീമിലാണ്, ചൊവ്വായ പാതയിലാണ്. എൻ്റെ റബ്ബിലേക്കാണ് ഞാൻ പോകുന്നത്. എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട്, അത് എനിക്ക് വഴികാട്ടിയാണ്. എൻ്റെ റബ്ബിലേക്കാണ് ഞാൻ പോകുന്നത്, ആ റബ്ബ് എനിക്ക് വഴികാട്ടിച്ചു തരും എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇതിൽ നിന്ന്, ഇത്രയും പറഞ്ഞതിൽ നിന്ന് കുറച്ചുകൂടി റബ്ബിനെ കുറിച്ചുള്ള ജ്ഞാനം എൻ്റെ സഹോദരങ്ങൾക്ക് വർദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയും നമ്മൾ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ ഇനിയും പിന്നീട് നമ്മൾ വിശദീകരിക്കും. ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുണ്ട്. ഇപ്പൊ റിബ എന്നുള്ളത് നിരന്തരമായി ഒരു സഹോദരൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ്. എന്താണ് പക്ഷേ റിബ എന്ന് പറഞ്ഞാൽ? ആ റിബ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ വളർച്ചയെ തടയുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പലിശ എന്നുള്ള അർത്ഥത്തിലൊന്നും അല്ലാതെ. എൻ്റെ സഹോദരങ്ങൾ, ഈ റിബ എന്ന വാക്ക് വന്ന ആയത്തുകളൊന്ന്, ആ കലിമത്ത് വന്ന ആയത്തുകളൊന്ന് പരിശോധിക്കണം. നിങ്ങൾ ഞാൻ പറയുന്നത് മാത്രം കേട്ടു പോകരുത്. ആ റിബ എന്ന വാക്ക് നിങ്ങൾക്ക് നെറ്റിൽ, ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ, അറബിയിൽ ആ വാക്കൊന്ന് അടിച്ച് ഖുർആനിൽ റിബ ഫിൽ ഖുർആൻ എന്നുള്ള ഒന്ന് അടിച്ച റിബ വരുന്ന ആയത്തുകളൊക്കെ കിട്ടും. നമ്മളും കുറച്ച് പണിയെടുക്കണം. അപ്പോ ഞാൻ കിട്ടും എന്ന് പറഞ്ഞിട്ട് എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്നാ, എങ്ങനെയാണ് അവിടെ എഴുതിയിട്ടുള്ളത് എന്ന് നോക്കുക. അലിഫ് ലാം റാ ബാ റിബ, എന്നിട്ട് വാവ് ഇട്ടിട്ട് പിന്നെ ഒരു അലിഫാണ്. ആ അലിഫ് അവിടെ ഇവന്റെ മുന്നോട്ടുള്ള പോക്കിനെ തടഞ്ഞു നിർത്തുകയാണ് ചെയ്യുന്നത്. അലിഫ് മാനിയാണത്, അതാണ് റിബ. അപ്പൊ അവനിൽ തെർബിയത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്, റബ്ബിന്റെ പ്രവർത്തനം നിൽക്കുകയാണ് ചെയ്യുന്നത്. അതാണ് റിബ എന്നുള്ള വാക്ക് എന്ന് അവിടെ നിങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഖുർആനിലെ ഓരോ അക്ഷരങ്ങളുടെ എഴുത്തിലും ഓരോ ഹർഫുകളുടെ എഴുത്തിലും ഓരോ കാരണങ്ങളുണ്ട്. വിശാലമായ ഒരു അർത്ഥതലത്തിലേക്കാണ് അത് കൊണ്ടുപോകുന്നത്. അതേ വാക്ക് തന്നെയാണ് റബുവ എന്നുള്ളത്. ആ റാ ബാ വാവ്, പിന്നെ അലിഫിന് പകരം അവിടെ ത ആണ് വരുന്നത്. ആ റബുവയിലേക്കാണ് ഈസക്കും ഈസയുടെ മാതാവിനും ഈവ അഭയം കൊടുക്കുന്നത്. അപ്പൊ അത് വളർച്ചയുടെ പൂർണ്ണതയിലേക്കുള്ള യാത്രയാണത്. അതാണ് റബുവ എന്ന് പറയുന്നത്. പക്ഷെ റിബ എന്ന് പറയുമ്പോൾ ഇവിടെ തടയാണ്. അതാണ് ഫലായർ, പിന്നെ ഒമാ ആത്തയത്തും മിൻ റിബ ഫലായർബു എന്തല്ല എന്ന് പറയുന്നത്. അത് ദൈവികതയുടെ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ അത് യഥാർത്ഥത്തിലുള്ള വളർച്ചയല്ല എന്ന്, നിങ്ങളുടെ സാംസ്കാരികമായ വൈജ്ഞാനികമായ ആത്മീയമായ വളർച്ചയല്ല അവിടെ നടക്കുന്നത് എന്നാണ് ആ സൂചിപ്പിക്കുന്നത്. ഇന്ദല്ലയുടെ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ, നിങ്ങളുടെ തലത്തില് ബഷറായ നിങ്ങളുടെ
ആ തലത്തില്, ആ ജ്ഞാനത്തിന്റെ തലത്തില് നിങ്ങൾ നോക്കുമ്പോൾ അത് നിങ്ങൾക്ക് ചിലപ്പോൾ വളർച്ചയായി തോന്നിയേക്കാം. അത് നിങ്ങളുടെ സാംസ്കാരികമായ ആത്മീയമായ വളർച്ചയായി തോന്നിയേക്കാം. പക്ഷേ അത് ദൈവികതയിലേക്ക്, ദൈവത്തിന്റെ തലത്തിലേക്ക്, ഇന്ദല്ല എന്ന് പറയുന്നത് അതാണ്. അതായത് ഇന്ദല്ലയിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഇസ്തിക്ബാർ ഒഴിവാക്കും. കിബർ ഉണ്ടാവില്ല. പിന്നെ നമുക്ക് നിഷേധം ഉണ്ടാവില്ല. നമ്മൾ സർവവും അവന് സമർപ്പിക്കും. അതാണ് ഇന്ദല്ലയിൽ എത്തുമ്പോൾ ആ യസ്തകിബറൂൻ വഹും യസ്ജുദൂൻ എന്ന് പറയുന്നതാണ്. സർവവും നമ്മൾ അള്ളാഹുവിന് സമർപ്പിക്കുന്ന ആ തലമാണ് ഇന്ദല്ലയിൽ എത്തുന്ന തലം. ആ തലത്തിലേക്ക് നമ്മൾ നിന്ന് നോക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ആത്മീയമായ വളർച്ചയല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് റിബ എന്ന് പറയുന്നത്. എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കുക, പ്രത്യേകമായ ഒരു പലിശ എന്നുള്ള അർത്ഥത്തിനല്ല. സമ്പത്തിന്റെ അമിതമായ തെറ്റായ വളർച്ച എന്നല്ല. നമ്മുടെ ആത്മീയമായ, വൈജ്ഞാനികമായ, സാംസ്കാരികമായ തെറ്റായ വളർച്ചയാണത്. ആ വളർച്ച അവിടെ നിൽക്കുകയാണ്. അവിടെ സംസ്കരിക്കപ്പെട്ടാൽ പിന്നീട് അവന് റിബയെ കുറിച്ചൊന്നും പറയണ്ട. പലിശ എന്ന് മാത്രമല്ല, സാമ്പത്തികമായ ഒരു നിലക്കുള്ള ചൂഷണമോ അഴിമതിയോ മറ്റു കാര്യങ്ങളോ അവൻ ചെയ്യൂല. ഒരു പലിശയിൽ മാത്രമല്ല ഒതുക്കേണ്ട കാര്യമല്ല അത്. സാമ്പത്തികമായ വിഷയങ്ങൾ നിരവധി മേഖലയിലേക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ട്, നമുക്ക് യോജിക്കാത്ത പ്രവർത്തനങ്ങൾ. പക്ഷെ അവിടെയൊക്കെ സംസ്കരിക്കപ്പെടുന്നത് ഇവന്റെ ആ സാംസ്കാരികമായ വളർച്ച അവിടെ തടയപ്പെട്ടിരിക്കുകയാണ്. അവന്റെ വളർച്ച ശരിയായ രൂപത്തിലല്ല എന്നുള്ളതാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. എൻ്റെ സഹോദരങ്ങളത് മനസ്സിലാക്കുക. ഇപ്പൊ വജാ റബ്ബുക വൽ മലായികത്തു സഫൻ സഫ എന്നൊക്കെ പറയല്ലോ. എന്താ റബ്ബും അള്ളാഹു പിന്നെ മലായികത്തുകളും സഫും വരി വരിയായിട്ട് വരും എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ സഹോദരങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വജാ റബ്ബ സൂറത്തു വൽ ഫജ്രിയിൽ വജാ റബ്ബുക വൽ മലായികത്തു സഫ് വൽ മലക്കു സഫൻ സഫ. മലക്കും റബ്ബും വരി വരിയായിട്ട് വരും. എന്താണ്? അണിയായിട്ട് ഇങ്ങനെ വരും എന്നാണ്. വജാ റബ്ബുക വൽ മലക്കു സഫൻ സഫ. അപ്പോ ജാ എന്ന് പറയുന്നത് തന്നെ വരിക എന്ന് പറഞ്ഞാൽ എന്താ? വരിക എന്ന് പറയുന്നത് നമ്മുടെ ബോധതലത്തിലേക്ക് കാര്യങ്ങൾ ഇതറാക്ക് ഗ്രഹിക്കുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോഴാണ് വജാ എന്ന് പറയുന്നത്. അതാണ് വജാ എന്ന് പറയുന്നത്. നമുക്കിപ്പോ കാര്യങ്ങൾ ഗ്രഹിക്കാം, ഉൾക്കൊള്ളുക, അതിന്റെ ഇതറാക്ക്, നമ്മുടെ അഖില്, നമ്മുടെ ബുദ്ധി കാര്യങ്ങൾ ഇതറാക്ക് ചെയ്യുമ്പോഴാണ്, അത് സത്യപ്പെടുത്തുമ്പോഴാണ് നമ്മളിലേക്ക് ജാ എന്ന് പറയുന്ന വിശേഷണ ഗുണത്തിന് നമ്മൾ അർഹരാകുന്നത്. അത്താ ജാ എന്ന് പറയുന്ന രണ്ടും, ഒന്ന് ഉള്ളിൽ നിന്നും മറ്റത് പുറത്തു നിന്നും വരുന്നതാണെന്ന് മാത്രം. ഇതാണ് ഈ അത്തക്കും ജാക്കും തമ്മിലുള്ള വ്യത്യാസം. അപ്പോ ജാ റബ്ബുക വൽ മലക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം, ജ്ഞാനങ്ങളെ നമ്മിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന രവാഖിലു അൽ ഉലൂമാണ്. അതാണ് നമ്മുടെ ഉള്ളിലാണ് ആ കഴിവും ഇരിക്കുന്നത്. ഇത് തസ്ഫിയത്ത് ചെയ്യാണ്. തസ്ഫിയത്ത് എന്ന് പറയുന്നത് നമ്മളെ തൻഖിയത്താണ്, ശുദ്ധീകരിച്ച്. സഫ എന്നുള്ള വാക്ക് ഞാൻ വിശദീകരിച്ചതാണ്. ഇന്ന സഫ വൽ മർവത്ത എന്ന് പറയുന്നത്. അതാണ് ഇന്ന സഫ വൽ മർവത്ത എന്ന് പറയുന്നത്. അപ്പൊ സഫയും മർവയും അതാണ് നമ്മുടെ തസ്ഫിയത്താണ്. നമ്മളെ വൈജ്ഞാനികമായി, സാംസ്കാരികമായി നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ് ചെയ്യുന്നത്. അതൊരു സഫ്. നമ്മളെ അജ്ഞതയിലേക്ക് ഇക്റാമ് ചെയ്ത്, ജ്ഞാനം നൽകി ഇക്റാമ് ചെയ്യുന്ന റബ്ബി അക്രമൻ, റബ്ബി അഹാനൻ. അതാണ് രണ്ട് സഫാണ് അവിടെ നടക്കുന്നത്. രണ്ട് തസ്ഫിയത്താണ് നടക്കുന്നത്. നമ്മൾ ഈ സഫാക്കുക എപ്പോഴാണ്? നമ്മളൊന്ന് നോക്കുക. നമ്മളിൽ കുറേ സാധനങ്ങൾ തന്നു, പല ഐറ്റം സാധനങ്ങൾ. അതില് ഒരേ ഇനം സാധനങ്ങൾ ഒരു ഭാഗത്തേക്ക് പിന്നെ വേർതിരിച്ചു വെക്കുക.
മറ്റൊരു ഐറ്റം അതിന്റെ ഭാഗത്തേക്ക് വേർതിരിച്ച് വെക്കുക. ഒക്കെ അതിന്റെ സഫാക്കി വെക്കുക. അതേതിൽ തന്നെ പറയണ്ടല്ലോ റബ്ബി അക്രമൻ, അതുപോലെ തന്നെ റബ്ബി അഹാനൻ എന്ന് പറയുന്നത് എന്താണ്? അത് രണ്ട് തലം, രണ്ട് സഫായിട്ടാണ് അവിടെ നിൽക്കുന്നത്. അത് രണ്ട് തസ്ഫിയത്താണ് അവിടെ നടക്കുന്നത്. അല്ലാതെ വരി വരിയായിട്ട് മലക്ക് എന്ന് പറയുന്നതും റബ്ബ്, അള്ളാഹു എന്ന് പറയുന്ന ആ റബ്ബ്, ആകാശത്തിനെന്ന് റബ്ബ് ഇങ്ങോട്ട് വരിക, കൂടെ മലക്കുകളും ഇങ്ങനെ വരി വരിയായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കും എന്നുള്ള അർത്ഥത്തിനല്ല. ഓരോ മനുഷ്യനിലും സംഭവിക്കുന്ന കാര്യമാണ് ഇത് ഞാൻ പറയണത്. ആ തലത്തിലേക്ക് എത്തുമ്പോൾ ജഹന്നമ എന്ന് പറയുന്നത് അതാണ്. ഓരോ മേഖല, അത് അജ്ഞതയുടെ മേഖലയായാലും വേണ്ടില്ല, പിന്നെ നഫ്സും മുത്തമൈനയിലേക്ക് എത്തുന്ന ആ തലത്തിലാവുമ്പോഴാണ് ഇക്റാമ് നടക്കുന്നത്. റബ്ബിന്റെ ഇക്റാമ് നടക്കുന്നത് അതാണ്. അത് ഒരു സഫായിട്ട് നിൽക്കുകയാണ് നമ്മുടെ ഉള്ളിൽ. തസ്വിയത്ത്, അങ്ങനത്തെ ഒരു ശുദ്ധീകരണവും അതിന്റെ ഇഹാനത്തിന്റെ മേഖല മറ്റൊരു വേർതിരിക്കലുമായിട്ടാണ്. അപ്പൊ രണ്ട് തസ്ഫിയത്താണ്, രണ്ട്. പിന്നെ ഞാനതിന് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞു. കുറെ ഐറ്റം, നമ്മള് ഐറ്റം തിരിക്കുക എന്നൊക്കെ പറയില്ലേ, ഐറ്റം തിരിക്കുക. നമ്മൾ സെഫ് നിൽക്കൽ അങ്ങനെ തന്നെയാണല്ലോ. ആളുകൾ ഇങ്ങനെ ഓരോ ഇങ്ങനെ അണിയായിട്ട് നിൽക്കണ തന്നെയാണ് ആണല്ലോ. അതിന്റെ ഒരു ബാഹ്യമായ അർത്ഥത്തിൽ, ലാഹിറായ അർത്ഥത്തിൽ എടുക്കുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ സത്യത്തില്. അപ്പൊ നമുക്ക് കുറെ വസ്തുക്കൾ, പലതരം വസ്തുക്കൾ നമുക്ക് ഇങ്ങോട്ട് തന്നിട്ട് പറഞ്ഞു, ഇതിൽ ഒരേ ഇനം വസ്തുക്കൾ ഓരോരോ ഭാഗത്തേക്ക് നിങ്ങളൊന്ന് വേർതിരിച്ച് ഐറ്റം തിരിച്ച് ഒന്ന് ഉണ്ടാക്കുക, ഒന്ന് മാറ്റി വെക്കൂ എന്ന് പറയുമ്പോൾ നമ്മള് പയറാണെങ്കിൽ പയറുമണികളാണെങ്കിൽ അതിനെ മാത്രം ഒരു ഭാഗത്തേക്ക്, ഇനി വേറെ ഏതെങ്കിലും വസ്തുക്കൾ പെട്ടെന്ന് ഇന്ന വസ്തു എന്നൊന്നും പറയുന്നില്ല, അതിനെ വേറൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഐറ്റം തിരിച്ചു വെക്കുകയാണ് ചെയ്യണത്. ഇങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ അതിന്റെ തസ്ഫിയത്ത് നടക്കുന്നത്. അപ്പോൾ നമ്മളില് പൈശാചികം, പിന്നെ ഞാൻ എന്ന അനാനീയത്തിന്റെ റബ്ബാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ആ റബ്ബിന്റെ തസ്ഫിയത്ത് ഇഹാനത്തിന്റെ തസ്ഫിയത്താണ്. നേരെ മറിച്ച് അള്ളാഹു റബ്ബി എന്ന് പറയുന്ന ആ റബ്ബ് നമ്മെ ഇക്റാമാണ് ചെയ്യുന്നത്. അതാണ് രണ്ട് നിലക്കുള്ള തസ്ഫിയത്ത് അവിടെ നടക്കുന്നു എന്നാണ് ആ പറയുന്നത്. അതാണ് വജാ റബ്ബുക വൽ മലക്കു സഫൻ സഫ എന്ന് പറയുന്നത്. അതാണ്. അല്ലാതെ വരി വരി വരിയായിട്ട് ഇങ്ങനെ അള്ളാഹു മുന്നില് പിന്നില് മാലാകമാര് ഇങ്ങനെ വരിയിട്ട് നിൽക്കും എന്നുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കുന്ന ആളുകൾക്ക് അങ്ങനെ മനസ്സിലാക്കാം. അതിന്റെ അങ്ങനെ ഒരു അർത്ഥതലം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെയൊന്നും നിഷേധിക്കാനോ ഒന്നും പോകുന്നില്ല. നമ്മളതിന്റെ വൈജ്ഞാനികമായ, അതിന്റെ ഇന്നും നമ്മിലൂടെ അത് എങ്ങനെ നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള അതിൻ്റെ ഒരു ആത്മീയമായ തലത്തെക്കുറിച്ചാണ് ഞാൻ എൻ്റെ സഹോദരങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും വിശദീകരിക്കാനുണ്ട്. ഒരു പിന്നെ അവന്റെ ഭൂമികയിലേക്ക് ഇറങ്ങിയിട്ട് ഇഹ്തസത്ത് വറബത്ത്, ആ ഭൂമിക ഇഹ്തിസാസ് ചെയ്തിട്ട് റബ്ബത്ത് അവിടെ വളരുന്ന, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതുമായി ഇനി ഒന്ന് രണ്ട് ക്ലാസ്സും കൂടി ഇതുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ടി വരും എന്ന് മാത്രം സൂചന നൽകിക്കൊണ്ട് ഞാനിപ്പോ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സലാം.